സ്കൂളിൽ പോവാൻ ഇറങ്ങിയപ്പോഴേക്കും വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടാ. ഇവിടുന്ന് ഇറങ്ങണുള്ളൂ വീട്ടിൽ നിന്ന്. അപ്പത്തേക്കും വെള്ളം കുടിക്കാൻ തുടങ്ങി. ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. പോയിട്ട് വരാന്ന് പറയും. ഇനി 2 ദിവസം കൂടി ഉണ്ട് ലീവ്. അപ്പൊ ഞാൻ പോയിട്ട് വരാട്ടോ. അതുവരെ ഞാൻ എല്ലാ വീഡിയോയിലും ഉണ്ടാവേ. 2 മാസം അപ്പൊ അടിപൊളിയാണ് വീട്ടില്. അപ്പൊ നമുക്ക് അമ്മയ്ക്ക് ഇപ്പൊ അടിപൊളിയൊന്നും ആവില്ല എന്ന് വെറുതെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഉറുമ്പരിക്കണ പോലെയാണ് കേട്ടോ പോണത്. ഇത്തിരി കൂടിയൊക്കെ സ്പീഡ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്തിരി വേഗം നടക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടിയും പതുക്കിയാക്കി. അപ്പോഴത്തേക്കും സ്കൂൾ ബസ്സുകളൊക്കെ കടന്നു പോയിട്ടോ. അപ്പോൾ അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയാക്കി വന്നു കേട്ടാ. ഇപ്പോൾ നോമ്പുകാലം ആയതുകൊണ്ട് നേരത്തെ ക്ലാസ് ആയതുകൊണ്ട് നേരത്തെ കൊണ്ടുപോയി വിടണം. അപ്പം മുറ്റടിക്കലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം വന്നിട്ട് മാവുള്ള കാരണം മാവിൻ്റെ എല്ലാം നിറച്ചും കൊഴിഞ്ഞു വീഴും. അതുകൊണ്ട് എന്താ പറയുക, നേരത്തെ തന്നെ അടിച്ചിടണം കേട്ടാ. അപ്പോഴാണ് മാങ്ങ കൊഴിഞ്ഞു വീണ് കണ്ട. നമ്മുടെ എന്താ പറയുക, ഇങ്ങനത്തെ കണ്ണി മാങ്ങകൾ നിറച്ച് കൊഴിഞ്ഞു വേണ്ടിട്ടാ. പക്ഷെ ഇത് മൂക്കാകണം. ഇപ്രാവശ്യത്തെ ഇത് ചെത്തി നോക്കുമ്പോൾ പഴുത്തിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ഫസ്റ്റ് പഴുത്ത മാങ്ങാട്ടാ ഈ വർഷത്തെ. നല്ല മണമുണ്ട്. നോക്കി നോക്കാം നമുക്ക്. അപ്പം നമ്മൾ വെയിലത്ത് വീണ്ടും ഇറങ്ങിയേക്കാണ്. എന്താണെന്ന് വെച്ചാൽ കണ്ണാട നേരെയൊക്കെ കൊടുത്ത് ഓർമ്മയുണ്ടല്ലോ അന്ന്. അത് ഇതേ ഇന്ന് കിട്ടണുള്ളൂ. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴാട്ടോ അവർ വിളിച്ചത്. അപ്പം പിന്നെ അപ്പം പോവാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതാ പോവാണ് വാങ്ങിക്കാൻ. കുട്ടൂനെ കൊണ്ടുവരാറാകുമ്പോഴേക്കും 1 മണിക്ക് അവൻ്റെ ക്ലാസ് വിടും. അത് നമ്മുടെ നാട്ടിലുള്ള ചേട്ടൻ നമ്മുടെ വ്ളോഗൊക്കെ കാണാറുള്ളതാണ്. അപ്പോൾ ആളെന്തോ കമൻ്റ് അടിക്കുക. എന്താണ് പറപ്പുറത്തിൻ്റെ വ്ളോഗർമാരെന്ന് വിളിക്കുന്നത് നമ്മളതിനെ. വിളിക്കട്ടെ. എന്താ പറയുക, പിന്നെ എന്താ പറയുക, കുട്ടൂൻ്റെ പരീക്ഷ 1 മണിക്ക് കഴിയും. അപ്പോഴത്തേനും തിരിച്ച് വരണം കേട്ടോ. തൃശ്ശൂർ പോയി വാങ്ങിച്ചിട്ട് വരണം. അപ്പോൾ പോവുകയാണ്. അങ്ങനെ റോട്ടിലെത്തി ബസ് കാത്തിക്കാണ്. എൻ്റെ ബാക്കിൽ പൈനാപ്പിളും പഴമൊക്കെ തൂങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആശുപത്രിയിൽ എത്തി കേട്ടോ. ഇത് എന്താ പറയുക, ബസ്സിലൊക്കെ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയതോട് കൂടിയിട്ട് ഭയങ്കര സമാധാനം. നല്ല AC ആണല്ലോ. ചൂടെടുത്ത് ചാവാറായിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും. അപ്പം ഞങ്ങൾ കണ്ണാടയുടെ അഡ്വാൻസ് കുറച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. ആ ബില്ല് കാണിച്ചെടുത്ത് ബാക്കി പൈസ അടച്ചു. അപ്പോൾ കണ്ണാട കിട്ടിയിട്ടാ. എങ്ങനെയുണ്ട് പുതിയ കണ്ണാട? പിന്നെ അതിനെക്കുറിച്ചിട്ട് കുറേ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. വെയിലത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോൾ ഒരു മോഹം. വേറെ ഒന്നല്ല, പോർക്കിറച്ചി കഴിക്കണം എന്നിട്ടാ. നമ്മളത് കഴിച്ചിട്ട് ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാഗ്രഹം അവൾ പറഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. അവിടെ ചെന്നിട്ട് കുറച്ച് ചിക്കൻ പാർട്സും പിന്നെ പോർക്കിറച്ചിയും വാങ്ങിച്ചു കിട്ടാം. അവിടെ ഈ മീറ്റുകളുടെ നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലിസ്റ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വെയിലത്ത് നടന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണമായി. വീട്ടിൽ വന്ന് കയറി ഞാനെന്താ ഈ ഗ്ലൂക്കോസും കുപ്പിക്ക് കാവലിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ. വീട്ടിലെത്തി ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ നമുക്ക് നല്ലൊരു മുട്ടൻ പണിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ വെയിലത്തിറങ്ങുമ്പോൾ തൊപ്പിയും കോടയും കണ്ണടയൊക്കെ ആയിട്ട് ഇറങ്ങണ ആളാണ്. മൈഗ്രെയിൻ്റെ തലവേദന വന്നുട്ടാ. എനിക്കും അവനല്ല, ആളെ അപ്പം ആരെയൊന്നും മനസ്സിലായി കാണുമല്ലോ. ഇവളെന്നെ ആൾ കേട്ടോ. മൈഗ്രെയിൻ നന്നായി വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പിടും, പെയിൻ ഇഞ്ചക്ഷൻ എടുക്കുക തന്നെ മാർഗമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് മാറലുണ്ടാവില്ല. പിന്നെ നല്ല ബുദ്ധിമുട്ടാവും. ഒരുപാട് സമയം പിന്നെ തലവേദനയും കൊണ്ട് നടക്കണ്ടേ. അപ്പം ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കാണ്. അവിടെ ചെന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും നേരം 7 മണിയായിട്ടോ. ഇരുട്ടായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അവസാനിച്ചു കേട്ടോ.